ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ പരസ്യത്തിലെ ചിത്രം തട്ടിപ്പ്. സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടാത്തതിനെ തുടർന്ന് കടം വാങ്ങി വീട് വെച്ച കുടുംബത്തിന്റെ ചിത്രം ഉപയോഗിച്ചാണ് പത്രപരസ്യം. കുടുംബം ഒരിക്കലും കണ്ടിട്ടുകൂടിയില്ലാത്ത പെൺകുട്ടിയുടെ ചിത്രം കൂടി ചേർത്തായിരുന്നു പത്രങ്ങളിൽ PRD പരസ്യം പ്രസിദ്ധീകരിച്ചത്. മുഴുവൻ പേർക്കും വീട് കിട്ടുന്ന സർക്കാർ പദ്ധതി നടപ്പാകുന്നതും കാത്തിരിക്കുന്ന നിർധന കുടുംബം. കഴിഞ്ഞ ദിവസം സർക്കാർ പ്രസിദ്ധീകരിച്ച ഈ പരസ്യം കണ്ടാൽ ആർക്കും അങ്ങനെയേ തോന്നൂ. പക്ഷേ സർക്കാർ പരസ്യത്തിലെ മോഡലുകളായ മുനമ്പം പള്ളിപ്പുറം സ്വദേശി മോഹനന്റെയും ഭാര്യ സുമതിയുടെയും സ്ഥിതി മറിച്ചാണ്. സ്വന്തമായി ഇവർക്ക് വീടുണ്ടെന്ന് മാത്രമല്ല, വീട് വയ്ക്കാൻ സാമ്പത്തിക സഹായം തേടി സർക്കാർ ഓഫീസുകൾ കയറി മടുത്ത കുടുംബം കൂടിയാണിത്. സർക്കാർ സഹായം കിട്ടില്ലെന്ന് ഉറപ്പായതിനെ തുടർന്ന് ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് ഇവർ വീട് വെച്ചതെന്ന് കൂടി അറിയുമ്പോഴേ PRD പ്രസിദ്ധീകരിച്ച പരസ്യത്തിലെ അനൗചിത്യം വ്യക്തമാകൂ. ദോഷമൊന്നും തോന്നിയൊന്നുമില്ല. ഞങ്ങൾ അറിയാത്ത കാര്യമല്ലേ വന്നേക്കണത്. ഞങ്ങൾക്ക് ഇതൊന്നിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കിട്ടാതെ ഉണ്ട്. പരസ്യം വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. പരസ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടിയിട്ടും മറച്ചുവെച്ചല്ലോ എന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുത്തുവാക്കിന് മറുപടി പറഞ്ഞ് മടുത്തിരിക്കുന്നു ഈ കുടുംബം. എല്ലാവരും ചോദിക്കണം, നിങ്ങൾക്ക് പെരക്ക് കിട്ടിയിട്ട് നിങ്ങൾ എന്താണ് നുണ പറഞ്ഞെന്നാണ് പറയണത്. നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾ എല്ലാവരും ഇപ്പം എല്ലാവരും ധരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഞങ്ങൾക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഈ ചോദിക്കുന്നവരോടൊക്കെ ഞങ്ങൾ മറുപടി പറയണം. PRDയുമായി കരാറുള്ള സ്വകാര്യ പരസ്യ കമ്പനിയിലെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രമാണ് പരസ്യത്തിൽ അച്ചടിച്ചു വന്നതെന്ന് ഇവർ പറയുന്നു. പക്ഷേ ചിത്രത്തിൽ മോഹനനും സുമതിക്കും ചെറുമകൻ ഗൗരി ശങ്കറിനുമൊപ്പമുള്ള പെൺകുട്ടി ആരാണെന്ന് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. കുട്ടീനെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അതിന്റെ ആരണ്ടാണെന്നാണ് പറയണത്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, സർക്കാർ ഒപ്പമുണ്ട്. ക്യാമറമാൻ C. അഭിലാഷിനൊപ്പം രഘുനാഥ് നാരായണൻ, മനോരമ ന്യൂസ്, കൊച്ചി.